ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് നോട്ടീസ് നൽകും. പരിശോധനയ്ക്കിടെ എന്തിന് ഓടിപ്പോയി എന്ന് താരം വിശദീകരിക്കണം. ഇതേക്കുറിച്ച് ഷൈനിന് ഉടൻ നോട്ടീസ് അയക്കുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം നടി വിൻസി അലൂഷ്യസ് പരാതി നൽകിയാൽ മാത്രമേ അന്വേഷണം ഉണ്ടാകൂ എന്നാണ് എക്സൈസ് വ്യക്തമാക്കിയത്. ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിനു മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കണം. കേസിൽ പ്രതിയല്ലാത്തതിനാൽ ഷൈനിന്റെ പിറകെ പോയി ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ് വേണ്ടതെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീക്കം. അടുത്തയാഴ്ച ഷൈൻ പോലീസിന് മുന്നിലെത്തണം. അന്വേഷണ സംഘത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നടൻ കൊച്ചിയിലെ തന്നെ മറ്റൊരു ഹോട്ടലിൽ തങ്ങിയതായും പുലർച്ചെയോടെ തമിഴ്നാട്ടിലേക്ക് കടന്നതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഷൈനിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ തമിഴ്നാട്ടിലാണ്. പ്രതിയല്ലാത്തതിനാൽ അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോന് മെൽജോസറുമായിട്ട് ആലോചിച്ചാൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. തുടർ നടപടികൾ നിലവിൽ എന്തെങ്കിലും കേസുണ്ടോ? കേസൊന്നുമില്ല. അപ്പോൾ അത് കേസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി വിളിപ്പിക്കണമെങ്കിൽ മെൽജോസറുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കേസില്ല, ഫെയർ ഇല്ലല്ലോ. ഇല്ല, അതൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ഷൈനിനെ ബൈക്കിൽ മറ്റൊരു ഹോട്ടലിൽ എത്തിച്ചയാളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ആരോപണത്തിൽ നടി വിൻസി അലോഷ്യസിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നീക്കം എക്സൈസ് താൽക്കാലികമായി ഉപേക്ഷിച്ചു. വിൻസി പരാതി നൽകാത്ത സാഹചര്യത്തിലാണിത്. വിൻസിയോട് കാര്യങ്ങൾ അന്വേഷിച്ചെങ്കിലും അനുകൂലമായ മറുപടി ലഭിച്ചില്ലെന്നും എക്സൈസ് പറയുന്നു. അതേസമയം ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരം ലഭിച്ചാൽ കൃത്യമായ പരിശോധന നടത്തുമെന്ന് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. സിനിമാ സെറ്റുകളിലും പരിശോധന ഊർജിതമാണെന്നും മന്ത്രി വ്യക്തമാക്കി. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിളായിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ, അവിടെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടി അവിടെയും പരിശോധിക്കേണ്ടി വരും. പക്ഷേ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ന്യൂസ് 18 കൊച്ചി.